ഗ്രേറ്റർ നോയിഡയിൽ സ്ത്രീധന പീഡനത്തെ തുടർന്ന് മരിച്ച നിക്കി ഭാട്ടിയുടെ കേസിൽ വീണ്ടും ട്വിസ്റ്റ്. നിക്കിയുടെ സഹോദരനെതിരെ സ്ത്രീധന പീഡന പരാതിയുമായി ഭാര്യ. സ്ത്രീധനമായി നൽകിയ കാറിന് പകരം സ്കോർപിയോ വേണമെന്നാവശ്യപ്പെട്ട് നിക്കിയുടെ കുടുംബം മർദ്ദിച്ചെന്ന് പരാതിക്കാരിയായ മീനാക്ഷി. നിക്കിയുടെ മരണത്തിൽ വിപിൻ നിരപരാധിയാണെന്നും ഒരു അഭിമുഖത്തിൽ മീനാക്ഷി പറഞ്ഞു. ഇതിനിടെ ജസ്റ്റിസ് ഫോർ വിപിൻ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ ക്യാമ്പയിനും ആരംഭിച്ചു. നിക്കി ഭാട്ടിയുടെ മരണത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരവെയാണ് പരാതിക്കാരായ കുടുംബത്തിനെതിരെ നിക്കിയുടെ സഹോദരൻ രോഹിത്തിന്റെ ഭാര്യ മീനാക്ഷി രംഗത്തെത്തിയത്. സ്ത്രീധനമായി നൽകിയ കാറിനു പകരം സ്കോർപിയോ വേണമെന്നാവശ്യപ്പെട്ട് മർദ്ദിച്ചെന്നും വീട്ടിൽ തടങ്കലാക്കിയെന്നതുമടക്കം ഗുരുതര ആരോപണങ്ങളാണ് യുവതി ഉയർത്തിയത്. ഭർത്തൃവീട്ടുകാരുടെ മർദ്ദനത്തിൽ മൃതപ്രാണയായ തന്നെ പോലീസാണ് രക്ഷപ്പെടുത്തിയതെന്നും മീനാക്ഷി പറയുന്നു. मेरे साथ थे ऐसे ही उन दोनों बहनों के थे, सब पीटते थे, सास ससुरे भी पीटते थे, मेरी छुट्टियां पकड़ पकड़ के खींचते थे, खचेड़ के लाते थे सीढ़ियों पे से। दहेज के लिए मुझे वहाँ पर बहुत पीटते मारते थे, मेरे साथ अत्याचार करते थे, मुझे इतना मारते थे। मैं इतनी हेल्प के लिए गाँव में भागती थी अपने आप को बचाने के लिए, रात के 11-12 बजे. ഇതിനിടെ ഓഗസ്റ്റ് 22-ന് നടന്ന നിക്കിയുടെ മരണാനന്തര ചടങ്ങുകളിൽ ഭർത്തൃപിതാവും കേസിലെ പ്രതിയുമായ സത്യവീർ ഭാട്ടി പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. നിക്കിയുടെ ചിതയ്ക്ക് തീ കൊളുത്തിയതും സത്യവീറാണ്. നിക്കിയുടേത് ആത്മഹത്യയാണെന്ന ഭർത്തൃവീട്ടുകാരുടെ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്ന ജസ്റ്റിസ് ഫോർ വിപിൻ എന്ന പുതിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് സംസ്കാര ചടങ്ങിന്റെ വീഡിയോ പുറത്തുവന്നത്. ഈ ചടങ്ങിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് നിക്കി കൊലപാതകത്തിൽ FIR രജിസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ ഭർത്തൃവീട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് മനസ്സില്ലാ മനസ്സോടെയാണ് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുപ്പിച്ചതെന്നും അതിനുശേഷമാണ് സത്യവീർ ഭാട്ടി ഒളിവിൽ പോയതെന്നും നിക്കിയുടെ കുടുംബം പറയുന്നു. കൊലപാതകം നടന്ന സമയത്ത് വിപിൻ വീട്ടിലുണ്ടായിരുന്നില്ല എന്ന് വാദിക്കുന്ന ഒരു CCTV ദൃശ്യവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്നാൽ ദൃശ്യങ്ങളിലുള്ളത് വിപിനാണെന്നോ ഏത് സമയത്ത് റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങളാണെന്നോ ഇതുവരെ പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. നിക്കിയെ വിപിൻ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സംഭവ ദിവസത്തേതല്ല എന്നാണ് മറ്റൊരു വാദം. നിക്കിയെ ആദ്യം എത്തിച്ച സ്വകാര്യ ആശുപത്രിയിലെ റിപ്പോർട്ടിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുള്ള അപകടമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതും കേസിനെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. നിക്കിയെ ആശുപത്രിയിലെത്തിച്ച വിപിന്റെ ബന്ധുവാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് പൊള്ളലേറ്റതെന്ന് പറഞ്ഞത്. ഇത് രേഖപ്പെടുത്തുക മാത്രമാണ് ആശുപത്രി അധികൃതർ ചെയ്തത്. എന്നാൽ പെയിന്റ് തിന്നറിന് സമാനമായ ഒരു ദ്രാവകമൊഴിച്ചാണ് തീ കൊളുത്തിയതെന്ന് ഇതിനകം വ്യക്തമായിട്ടുണ്ട്. തുടർച്ചയായ ഗാർഹിക പീഡന പരാതികളെ തുടർന്ന് വീടിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന CCTVകൾ സംഭവത്തിന് ഒരാഴ്ച മുൻപ് പ്രവർത്തനരഹിതമായതും നാടകീയ അറസ്റ്റിന് മുൻപ് വിപിൻ ഫോണിലെ കോൾ ഹിസ്റ്ററി നശിപ്പിച്ചതുമടക്കം ദുരൂഹതകൾ വേറെയുമുണ്ട്. ഈ ഘട്ടത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഊഹാപോഹങ്ങൾക്കപ്പുറം സംഭവ വികാസങ്ങളിൽ വ്യക്തത കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.